യേശുവിൽ പ്രിയപ്പെട്ടവരെ, പല സമ്പന്നരും ദരിദ്രരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ സംതൃപ്തി ഇല്ലായ്മ. സംതൃപ്തിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് രാജാവായ സോളമൻ്റെ സുഭാഷിതങ്ങളിൽ നിന്ന് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാനും ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ ജ്ഞാനപൂർവ്വം പെരുമാറാനുമൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് സുഭാഷിതങ്ങൾ. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യൻ വ്യാജമാർഗങ്ങളും കള്ളത്തരങ്ങളും കാണിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള അസത്യവും വ്യാജമാർഗങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ, അകറ്റി നിർത്തണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതൊരിക്കലും നമുക്ക് സംതൃപ്തി തരില്ല, പലപ്പോഴും അസമാധാനമാണ് തരിക. പിന്നെ ഒത്തിരി സമ്പന്നനായി കഴിയുമ്പോൾ ചിലപ്പോൾ അഹങ്കാരിയാകാം, ദൈവത്തെ വേണ്ടെന്ന് വയ്ക്കാം, പ്രാർത്ഥന കുറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് ആ അവസ്ഥ എനിക്ക് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർത്തും ദരിദ്രനായാൽ നമുക്ക് ആ പാടെ ഒരു അസ്വസ്ഥതയായിരിക്കും. ദൈവത്തെ ചിലപ്പം തള്ളിപ്പറഞ്ഞെന്ന് വരാം, മനുഷ്യരിൽ നമ്മൾ അകന്നു പോകുന്നു. ആ അവസ്ഥയും കർത്താവെ ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളുമായി അന്നന്ന് വേണ്ട ആഹാരം കിട്ടി മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. അപ്പോഴെപ്പോഴും സംതൃപ്തിയോടെ ഈ ഭൂമിയിലെ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.